കാലത്തിന് അനുയോജ്യമായ വികസനത്തിന് ഒപ്പം നിൽക്കേണ്ടത് മാറ്റത്തിൻ്റെ അനിവാര്യതയാണ്. കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി NH-66 വികസനങ്ങൾക്കൊപ്പം പുതിയ പാലം വന്നു. ഏതാനും ദിവസങ്ങൾക്കകം അത് ഗതാഗത യോഗ്യവുമാകും. പക്ഷേ അപ്പോഴും കുറ്റിപ്പുറം പാലം എന്ന ഗൃഹാതുരത അത് മലയാളിയുടെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ വികസനത്തിലും വളർച്ചയിലും നൽകിയ പങ്ക് നിസ്തുലമായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം പാലം ഒരു വലിയ നാഗരിക വികാസത്തിൻ്റെ പ്രതീകമാണ്. 52-53 കാലത്താണ് കോഴിപ്പുറത്ത് മാധവമേനോൻ മദ്രാസ് സംസ്ഥാനത്തിൽ മലബാർ മന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിലാണ്. മലബാറിനൊരു മന്ത്രിയുണ്ട്. കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു മലബാർ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ആനക്കര വടക്കത്താണ്. അക്കാലത്ത് കോഴിപ്പുറത്ത് മാധവമേനോൻ മുൻകൈയെടുത്ത് ഈ പാലമുണ്ടാക്കിയപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് സംബന്ധപ്പാലമാണെന്നാണ്. കോഴിക്കോട്ട് നിന്ന് ആനക്കരയ്ക്ക് സംബന്ധത്തിന് പോകാൻ മേനോൻ ഉണ്ടാക്കിയ പാലമാണെന്ന് ആക്ഷേപിച്ച ആളുകളുണ്ട്. പക്ഷേ ഇടശ്ശേരി അതിനെ കണ്ടത് ഉണ്മയിൽ പുതുലോകത്തിന് തീർത്തോരുമ്മറപ്പടിയാം ഈ പാലത്തിന്മേൽ നിന്നാണ്. ഉണ്മയിൽ പുതുലോകത്തിന് തീർത്തോരുമ്മറപ്പടിയാം ഈ പാലത്തിന്മേൽ. പുതിയ ലോകത്തിന് ഉണ്ടാക്കിയ ഉമ്മറപ്പടിയാണ്. പുതിയ ലോകത്തിന് അകത്തേക്ക് കടന്നു വരാൻ തുറന്നിട്ട ഉമ്മറപ്പടിയാണ് എന്ന് മാത്രമല്ല, വടക്കും തെക്കും തമ്മിലുള്ള നാഗരിക വിനിമയങ്ങൾ ആരംഭിക്കുന്നത് ഈ പാലത്തോടു കൂടിയാണ്. അതിനു മുമ്പ് മലബാറിന് തെക്കോട്ട് വിനിമയങ്ങൾ കുറവാണ്. ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് മലബാർ തുറന്നിടപ്പെടുന്നത്, വടക്കോട്ട് തിരുവിതാംകൂറും കൊച്ചിയും തുറന്നിടപ്പെടുന്നത് ഈ പാലത്തോടു കൂടിയാണ്. ആ പാലം കേരളത്തിൻ്റെ ഗതാഗത വിനിമയ വികാസ ചരിത്രത്തിലെ നിർണായകമായ ഒരു നാഴികക്കല്ലായിരുന്നു. അതുകൊണ്ടാണ് കുറ്റിപ്പുറം പാലം ഇടശ്ശേരി എഴുതുന്നത്. പക്ഷേ ഇടശ്ശേരി ഈ ഉമ്മറപ്പടിയാണ് പാലം, പുതുലോകത്തിന് കടന്നു വരാനുള്ള ഒരു സ്വാഗതമാണ് പാലം ഓതുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഇടശ്ശേരി ഉന്നയിച്ച പാരിസ്ഥിതികമായ ഉത്കണ്ഠകളാണ് 70 വർഷം കഴിഞ്ഞ് ആ പാലത്തിന് സമാന്തരമായി വലിയ വീതിയിൽ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പാലം വരുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. 70 കൊല്ലം മുമ്പ് ഇടശ്ശേരി തുടങ്ങുന്നത് 23ഓളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാൻ ഏറി നിൽപ്പാണ്, അടിയിലെ ശോഷിച്ച പേരാർ നോക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ്. ഞാൻ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. 52-ൽ 53-ൽ 23 ലക്ഷമാണ് അതിന് ചെലവ്. അത്രത്തോളം ലക്ഷം ചെലവാക്കി നിർമ്മിച്ച ഈ പാലത്തിൻ്റെ മുകളിൽ ഞാൻ അഭിമാനത്തോടു കൂടി നിൽക്കുന്നു. പൊന്മയും കുയിലും കുരുവിയുമൊക്കെ വിധാനിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് ഇടശ്ശേരി പറയുന്നു, മല്ലൂർ കയമിനി ചൊല്ലുമാത്രം മല്ലൂരത്തേവർ തെരുവു ദൈവം. മല്ലൂർ കയമിനി ചൊല്ലുമാത്രം മല്ലൂരത്തേവർ തെരുവു ദൈവം. ശാന്തകം ഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തിമഹാകാളൻ കുന്നുപോലും ജൃംഭിതയന്ത്ര കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തിമഹാകാളൻ കുന്നുപോലും ജൃംഭിതയന്ത്ര കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. ഇനിയും നിളെ നീ ഇരച്ചു പൊന്തും, ഇനിയും തടം തല്ലിപ്പാഞ്ഞണയും. ചിരി വരുന്നുണ്ടത് ചിന്തിക്കുമ്പോൾ, ഇനി നീ പാലത്തിൻ നാട്ടനൂഴും. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ, അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമോരഴുക്കുചാലായി. നോക്കൂ, എത്ര ദീർഘദർശനമാണ്. മല്ലൂർ കയം ഇനി ചൊല്ലു മാത്രം. അന്നവിടെ മല്ലൂർ കയം എന്നൊരു വലിയ കയമുണ്ടായിരുന്നു. ആ കയം ഒരു ചൊല്ലായി മാറും. സത്യത്തിൽ ഇപ്പോൾ മല്ലൂർ കയം ഒരു ചൊല്ലു മാത്രമാണ്. മല്ലൂരത്തേവർ, മല്ലൂര ക്ഷേത്രം, ആ തേവർ തെരുവ് ദൈവമായി മാറും. വാസ്തവത്തിൽ ഇപ്പോൾ അതങ്ങനെയായി. ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കുന്ന അന്തിമഹാകാളൻ കുന്ന
പാലത്തിന് നേരെ എതിർവശത്തുള്ള കുന്ന് ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. അന്ന് JCB കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. JCBയെക്കുറിച്ചുള്ള ആലോചന പോലും ശാസ്ത്രത്തിൻ്റെയോ ടെക്നോളജിയുടെയോ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ജൃംഭിതനായ തലയുയർത്തി നിൽക്കുന്ന ഒരു യന്ത്രക്കിടാവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പമ്പരം പോലെ കുന്നിനെ എടുത്ത് കൊണ്ടുപോകും. ഇപ്പോഴും ആ കുന്നിനെ മാന്തി പൂർത്തിയായിട്ടില്ല. എത്ര വലിയ ദീർഘവീക്ഷണം. അതും കഴിഞ്ഞ് പറഞ്ഞത്, ഇനിയും നിളയെ നീ ഇരച്ചു പൊന്തും, നീ ഇനിയും വരും, ഇനിയും പാഞ്ഞു വരും, പക്ഷേ ഇനി നീ ഈ പാലത്തിൽ നാട്ടനൂഴുക എന്ന് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം പണ്ട് കളിയിൽ തോറ്റ ആളുകൾ ജയിച്ച ആളുടെ കാലിൻ്റെ അടിയിൽ കൂടെ നൂഴുന്ന അപ്പുറത്തേക്ക് കിടക്കണം. അത് തോറ്റ ആൾക്കുള്ള ഏറ്റവും വലിയ അപമാനമാണ്, ജയിച്ച ആളുടെ കാലിൻ്റെ അടിയിൽ കൂടെ നൂഴ്ന്ന് കടക്കുക എന്നുള്ളത്. ഇപ്പോൾ ജയിച്ചു നിൽക്കുന്ന പാലത്തിൻ്റെ കാലിനടിയിൽ കൂടെ പുഴയ്ക്ക് നൂഴ്ന്ന് കടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ മുമ്പിൽ, ആധുനിക നാഗരികതയ്ക്ക് മുമ്പിൽ ഈ പുഴ തോറ്റുപോകും. എന്ന് മാത്രമല്ല, കളിയും ചിരിയും കരച്ചിലുമായി കഴിയുന്ന മനുഷ്യൻ കളിയും ചിരിയും കരച്ചിലുമായി കഴിയുന്നൊരു ജൈവ വിഭാഗമാണ്, ജൈവ മനുഷ്യനാണ്. അവനൊരു യന്ത്രമായി മാറും, യാന്ത്രികത കടന്നു വരും. അപ്പോൾ അമ്മേ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമോ ഒരഴുക്ക് ചാലായി, നീ ഒരു അഴുക്ക് ചാലായി മാറിയേക്കുമോ എന്ന് 70 കൊല്ലം മുമ്പ് ഇടശ്ശേരി ദീർഘദർശനം ചെയ്തത് ഇന്ന് ഫലിച്ചു. നദി അഴുക്കുചാൽ പോലുമല്ല, നദി ഈ നാട്ടനൂണ് ഇല്ലാതായി. ഈ ഒരു വിപര്യം ഇടശ്ശേരി കാണാതിരുന്നിട്ടില്ല. എന്ന് വെച്ച് പാലം വേണ്ട എന്ന് ഇടശ്ശേരി പറഞ്ഞില്ല. കാരണം ഉണ്മയിൽ പുതുലോകത്തിന് തീർത്തോരു ഉമ്മറപ്പടിയാണ് ഈ പാലം. ആ പാലം പുതുകാലത്തിൻ്റെ ഉമ്മറപ്പടിയാണ്. അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഈ ജാഗ്രത വികസന കാര്യത്തിൽ വേണം. ഒരു നദിയെ നശിപ്പിച്ചാവരുത്, ഒരു നദിയെ ഇല്ലാതാക്കിയാവരുത്, നദി അഴുക്കുചാലാവരുത്, ഈ പറയുന്നത് പോലെ കുന്നുകൾ മാന്തപ്പെടരുത്. ഇതൊക്കെ ഏത് കാലത്താണെന്ന് ആലോചിക്കണം. 3/4 നൂറ്റാണ്ട് മുമ്പ് ഈ ആധുനിക നാഗരികത പ്രകൃതിക്കും പരിസ്ഥിതിക്കും മേൽ വരുത്തുന്ന ആഘാതങ്ങളെക്കുറിച്ചും ഇടശ്ശേരി പറഞ്ഞു. നാഗരികതയുടെ ഒരു സ്വഭാവം, നാഗരികത വികസിക്കും തോറും ഗ്രാമീണത അസ്തമിക്കും. ഗ്രാമങ്ങളെ വളഞ്ഞു വിഴുങ്ങിക്കൊണ്ടാണ് നഗരങ്ങൾ വലുതാവുന്നത്. ഇപ്പോൾ വിശേഷിച്ചിപ്പോൾ ഈ ദേശീയപാത ഇല്ലാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കേരളം ആധുനിക നാഗരികതയ്ക്കൊപ്പം വികസിച്ചൊരു നാടാണ്. ഏറ്റവും പുതിയതൊക്കെ ഏറ്റവും ആദ്യം സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. നമുക്കിതിനെ എതിരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ നാട്ടടയാളങ്ങൾ മാഞ്ഞു പോകുന്നു, ദേശവഴികൾ മാഞ്ഞു പോകുന്നു, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾ അന്യനാട്ടുകാരാകുന്നു. അത് തന്നെ ശരി പറഞ്ഞിട്ടുണ്ട്. അറിയാത്തോർ തമ്മിൽ അടിപിടികൾ, അറിയാത്തോർ തമ്മിൽ പിടിച്ചുകൂട്ടൽ, അറിയുന്നതൊക്കെയും അന്യനാട്ടാർ. ഇതൊക്കെ 3/4 നൂറ്റാണ്ട് മുമ്പാണ്. അറിയാത്തവർ തമ്മിലാണ് അടിപിടി ഉണ്ടാകുന്നത്, അറിയാത്തവർ തമ്മിലാണ് കെട്ടിപ്പിടിക്കുന്നത്, അറിയുന്നവരൊക്കെ അന്യനാട്ടാരാണ്. ബംഗാളികളും ബീഹാറികളും ആസാമികളും ഒക്കെ കേരളത്തിൽ വന്ന് അന്യനാട്ടുകാർ നമ്മുടെ കൂടെ ആയിത്തീരുന്നു എന്നൊന്നും ഇടശ്ശേരി കണ്ടിട്ടില്ല. അപ്പോൾ ഈ നാഗരികത വികസിക്കുമ്പോൾ ലോകം മുഴുവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ ദേശപുരുഷാർത്ഥങ്ങൾ, നമ്മുടെ നാട്ടറിവ് നാനാർത്ഥങ്ങൾ, നമ്മുടെ നാട്ടുവഴികൾ, നമ്മുടെ നാട്ടഴകുകൾ, നാട്ട് സംസ്കാരം ഒക്കെ അസ്തമിക്കും. അതൊരു യുഗപരിവർത്തനമാണ്. യുഗപരിവർത്തനത്തെക്കുറിച്ചും കവികൾ എഴുതിയിട്ടുണ്ട്. യുഗപരിവർത്തനം വൈലോപ്പിള്ളിയുടെ കവിതയാണ് യുഗപരിവർത്തനം. അതിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ പുതിയതൊക്കെ വരും. അവസാനം കവി പറയുന്ന ഒരു കാര്യം, വൈലോപ്പിള്ളിയാണ് പറയുന്നത്, ഈടുവെപ്പുകളെല്ലാം പോകിലും പുതിയൊരു നാട് നമ്മുടേതാകാം, അസംഖ്യം തോഴന്മാരും. ഇത് ഇടശ്ശേരിയോടൊപ്പം തന്നെ അക്കാലത്ത് നിന്ന കവിയാണ് വൈലോപ്പിള്ളി. ഇപ്പം ഈടുവെപ്പുകളൊക്കെ പോകും. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പരമ്പരാഗതവും ചരിത്രപരവും പാരിസ്ഥിതികവും പ്രകൃതിദത്തവുമായ പല ഈടുവെപ്പുകളും ഇല്ലാതാവും. പക്ഷേ പുതിയൊരു നാടും പുതിയൊരു സംസ്കാരവും പുതിയൊരു വികാസവും നമ്മുടേതാകും. അതൊരു തലമുറയ്ക്കാണ്. അടുത്ത തലമുറയ്ക്ക് പക്ഷേ അടയാളങ്ങളില്ലല്ലോ. ആഞ്ഞിലിച്ചുവട് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ ആഞ്ഞിലിയുടെ ചുവടാണ് ആ സ്ഥലം. ആഞ്ഞിലിയാണ് ആ സ്ഥലത്തെ നിർണ്ണയിക്കുന്നത്. അങ്ങനെ മരങ്ങളുടെ പേരിൽ തന്നെ എത്രയോ, മാന്തടം എന്നാണ് ഈ എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്, മാന്തടം. ആലങ്കോട്ടെ പ്രധാനപ്പെട്ട സ്റ്റോപ്പ്. മാവും ഒരു തടവും ഉണ്ടായിരുന്ന സ്ഥലം. ഞാറച്ചുവട്, ഇങ്ങനെ പല മരങ്ങളുടെ അടയാളമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അജിതപ്പടി എന്നൊരു സ്ഥലപ്പേരുണ്ട്. താഴത്തേൽ പടി, ഒരു വീട്ടിൻ്റെ പടി, ഒരു വ്യക്തിയുടെ പടി. ആ പടികളൊക്കെ പോകും. ഒരു ചരിത്രത്തിൻ്റെ ഒരു വലിയ ധാരയിൽ നമ്മളും ഭാഗമാകും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ, അനുമോദ് പറഞ്ഞതുപോലെ, അനിവാര്യമാണ്. ലോകം മാറാതിരിക്കില്ല. മാറ്റമല്ലാത്തതൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ
ഇടശ്ശേരി പറഞ്ഞൊരു ഉത്കണ്ഠ ബാക്കിയാണ്. നമ്മുടെ 44 നദികൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ വയൽപ്പരപ്പുകൾ, നമ്മുടെ കുന്നുകൾ, നമ്മുടെ സഹ്യപർവ്വത നിര, നമുക്ക് മലയാളികൾക്ക് മലയാളികളുടെ സൗഭാഗ്യമായി നിലനിന്നിരുന്നതിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് വികസനം കൊണ്ടുവന്നാൽ പരിസ്ഥിതി ലോലമായ ഈ പ്രദേശം ഒന്നാകെ കടലെടുത്ത് പോകുന്നൊരവസ്ഥ വരും. ഇപ്പോൾ തന്നെ വെള്ളപ്പൊക്കങ്ങൾക്കും അനേകം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കേരളം. എത്രയോ ഉരുൾപൊട്ടലുകൾക്ക് നമ്മുടെ സഹ്യപർവ്വത ശൃംഗങ്ങൾ മുഴുവൻ ഇങ്ങനെ ക്വാറി മാഫിയകൾ കയ്യേറി. മുകളിൽ നിന്ന് നോക്കിയാൽ ഇപ്പോൾ മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാരചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങളിൽ നിന്ന് വയലാർ എഴുതിയ സ്ഥലമൊന്നുമില്ല. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഇപ്പം ഇങ്ങനെ കോറികൾ മാന്തിയിട്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ അനിവാര്യമാണോ എന്നതും കൂടി നമ്മൾ ആലോചിക്കണം. അല്ല, ഇത് ഇടശ്ശേരി പറഞ്ഞതുപോലെ അഭിമാനപൂർവ്വം തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് വലിയ മാറ്റമാണ്. ഇത്ര വേഗത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു പക്ഷേ 6-7 മണിക്കൂർ കൊണ്ട് എത്താവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ്. ഏറ്റവും ആധുനികമായ ദേശീയപാത 6 വരി എന്ന് പറയുന്നത് എല്ലാ സംവിധാനങ്ങളോട് കൂടിയാണ്. വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നിർത്തിയില്ല. വിശേഷം കേന്ദ്ര ഗവൺമെൻറ്റും ഇടത് ഗവൺമെൻറ്റും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശ്രമമാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം പല വിയോജിപ്പുകളും രാഷ്ട്രീയമായിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്ന് സംയുക്തമായി ചെയ്ത ഒരു പ്രവർത്തനം നൽകി. ഈ സ്ഥലം എടുത്തു കൊടുക്കുന്നതിൽ പിണറായി ഗവൺമെൻറ് കാണിച്ച ഒരു ഉത്സാഹം, നേരത്തെ പറ്റാത്ത ഒരു പണി അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ചെയ്തു. അതേസമയം തന്നെ ഗഡ്കരിയെ പോലുള്ള കേന്ദ്ര മന്ത്രിമാർ പലപ്പോഴും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പല്ലവി മാറ്റുന്ന വിധത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ടൊരു പാതയായിട്ട് ദേശീയപാതയെ വികസിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയാതീതമായ ഒരു മാനുഷിക വികസനം എന്ന നിലയിൽ പുതിയ തലമുറയ്ക്ക് ലോകത്തിൻ്റെ പുറത്തേക്ക് സഞ്ചരിക്കണ്ടേ. നല്ല മാറ്റങ്ങളാണ്. നല്ല മാറ്റങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ നല്ല മാറ്റങ്ങൾക്കൊപ്പം കുടിയിറക്കപ്പെടൽ കുറയ്ക്കുക, പ്രകൃതിക്ക് വലിയ നാശമില്ലാതെ നോക്കുക. നാളെ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടു പോവുകയാണ്. നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ജീവിക്കുന്നില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പഴയ ചില ഗൃഹാതുരത മാത്രമല്ല, ഒരു നാടിൻ്റെ സ്പന്ദനമായിരുന്ന, ജീവസ്പന്ദനമായിരുന്ന പ്രകൃതിയുടെ അടയാളങ്ങൾ മാഞ്ഞു പോകുന്നതും പ്രയാസകരമാണ്. നാടിൻ്റെ അടയാളങ്ങളായിരുന്ന കാഴ്ചകളെ മായ്ച്ചു കളഞ്ഞ് വികസനം ഒരു യാകാശവും പോലെ കടന്നു വരികയാണ്. അനിവാര്യമായ ഈ വികസനത്തെ എതിരേൽക്കുക തന്നെ വേണം. പക്ഷേ പുതിയ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും പ്രസക്തമാകുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പണ്ടെഴുതിയ ആ വരികളാണ്. അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമോരഴുക്കുചാലായി. മാറ്റങ്ങൾക്കൊപ്പം പ്രകൃതിയെ കൂടി ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.